സുരക്ഷിത യാത്ര, അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി ഈ ഇനിഷ്യേറ്റീവിൽ സഹകരിക്കുക. 24 നടത്തുന്ന ഇനിഷ്യേറ്റീവ് റോഡ് അപകടം പൂർണ്ണമായും കേരളത്തിൽ ഇല്ലാതാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. ഓരോ ദിവസവും നമുക്കറിയാം നിരത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം വല്ലാതെ കൂടുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് ഇന്ന് നടപടികൾ ആരംഭിച്ചത്. പരിശോധന കൊണ്ട് മാത്രം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാകുന്നു. റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ട നാട്ടുകാർ. ഹെൽമെറ്റ് ഒന്നും ഇല്ലടേ. ഹെൽമെറ്റ് ഒന്നും വേണ്ട അളിയാ, നീ വണ്ടി ഇട്. ക്യാമറയും പോലീസ് ചെക്കിങ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തോടെ നമുക്ക് പോകാം. അതൊന്നും പറ്റൂല, ഇറങ്ങടാ വണ്ടി ഇറങ്ങടാ. ഹെൽമെറ്റ് എടുത്തിട്ട് പോയാൽ മതി. അളിയാ, പോലീസിനെ പേടിച്ചിട്ടല്ല ഹെൽമെറ്റ് വയ്ക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് വയ്ക്കേണ്ടത്. എൻ്റെ കൂടെ വരണേ, ഹെൽമെറ്റ് വയ്ക്കണം. പോലീസിനെ പേടിച്ചാണ് നമ്മളിൽ പലരുടെയും ഹെൽമെറ്റ് ഉപയോഗം. പരിശോധനയും നിരീക്ഷണ ക്യാമറയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഹെൽമെറ്റ് വേണ്ടെന്ന ധാരണ തിരുത്തണം. എത്ര വലിയ അപകടമുണ്ടായാലും ഹെൽമെറ്റിന് നമ്മുടെ ജീവൻ രക്ഷിക്കാനാകും. അപകടം എപ്പോഴുണ്ടാകുമെന്ന് നമുക്ക് പ്രവചിക്കാനും കഴിയില്ല. അളിയാ, നല്ല റോഡല്ലേ അളിയാ, ഒന്ന് കത്തിച്ച് വിടുക അളിയാ. ഇങ്ങനെ പോയ സമയത്തിന് അവിടെ എത്തത്തില്ല. ആ 50 ആ സ്പീഡിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓരോ റോഡിൻ്റെ ഘടനയ്ക്കും അവിടെ എത്തുന്ന വാഹനങ്ങളുടെ ശരാശരി എണ്ണത്തിനുമൊക്കെ അനുസരിച്ചാണ് ശാസ്ത്രീയമായി വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ്. ഞാൻ വിളിക്കാം. ഞാനേ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കാം. പെട്ടെന്ന് പോട്ട് അളിയ, പെട്ടെന്ന് പോട്ട്. അളിയാ, ഫോൺ സംസാരിക്കുമ്പോഴത്തേക്ക്, ഫോൺ വരുമ്പോഴത്തേക്ക് സൈഡിൽ നിർത്തിയിട്ട് എടുക്കണ്ടേ? അളിയൻ എന്തിനാ ധൃതി? നമുക്ക് ആ ഒരു ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ് ആയിരിക്കും പോകുന്നത്. അതിന് പകരം നമ്മൾ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യും? നമുക്ക് രണ്ടിനും പരിക്ക് പറ്റും. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധ നഷ്ടപ്പെടുത്തും. എന്നാൽ ആരും അത് സമ്മതിച്ചു തരില്ല. വാഹനം ഒരു വശത്തേക്ക് ഒതുക്കിയ ശേഷം സംസാരിക്കുന്നത് നാണക്കേട് പോലെയാണ് പലരും കരുതുന്നത്. എന്നാൽ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടുള്ള യാത്ര കൊണ്ട് മാത്രം ദിവസവും സംസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അളിയ, പെട്ടെന്ന് മഞ്ഞ ലൈറ്റ് പെട്ടെന്ന് കയറ്. അളിയ, മഞ്ഞ ലൈറ്റ് പോകാൻ വേണ്ടിയുള്ളതല്ല, നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. മഞ്ഞ ലൈറ്റ് മാത്രമല്ല, അതെ ഈ വരയുണ്ടല്ലോ, അതിനപ്പുറം നിർത്തരുത്, അപകടം ഉണ്ടാകും. അങ്ങനെ എത്ര അപകടങ്ങളാണ് ഓരോ ദിവസം ഉണ്ടാകുന്നത്. നമ്മളായിട്ട് ഒരു അപകടവും ക്ഷണിച്ച് വരുത്തരുത്. എല്ലാത്തിനും ക്ഷമയുള്ള മലയാളിക്ക് ട്രാഫിക് സിഗ്നലുകളിൽ കുരുങ്ങിക്കിടക്കുന്നത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. റെഡ് ലൈറ്റ് ജമ്പിംഗ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന നിയമലംഘനം കേരളത്തിൽ അനവധിയാണ്. മഞ്ഞ ലൈറ്റ് കത്തിയാലും ചുവന്ന ലൈറ്റ് കത്തിയാലും അത് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നവർ നിരവധി. എതിർദിശയിൽ നിന്നും കൂടി അതേ മാനസികാവസ്ഥയിലുള്ളവർ കടന്നു വന്നാൽ കുട്ടിയിടി ഉറപ്പ്. അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് ട്രാഫിക് സിഗ്നലുകളിലെ അഭ്യാസം. വലിയ തിരക്കുണ്ടെങ്കിൽ ഫുട്പാത്തിലൂടെ ഇരുചക്രവാഹനം ഓടിക്കുന്നതും വാഹനത്തിൽ അഭ്യാസം നടത്തുന്നതും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ നിരവധി സാധാരണ കാഴ്ചയാണ്. നമ്മൾ മാത്രം ജാഗ്രത പുലർത്തിയതുകൊണ്ട് അപകടം ഒഴിവാകണമെന്നില്ല. പക്ഷേ നമ്മുടെ ജാഗ്രതക്കുറവ് അപകടം ക്ഷണിച്ചു വരുത്തും. എനിക്കൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്നത് വിഷ്ണുവാണ്. നമ്മുടെ 24ൻ്റെ സാരഥിയാണ്. വിഷ്ണു അങ്ങനെ നിയമം ലംഘിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമല്ല. വളരെ നന്നായി നിയമം പാലിച്ചു തന്നെ വാഹനം ഓടിക്കുന്നയാളാണ്. ഇരുചക്ര വാഹനവുമായി നമ്മൾ നിരത്തിലിറങ്ങുമ്പോൾ വളരെ നിസ്സാരമായി നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. റോഡ് എന്നത് ഒരു മത്സര ഇടമല്ല. റോഡിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങളും അതിലെ യാത്രക്കാരും നമ്മുടെ ശത്രുക്കളുമല്ല. നല്ലൊരു വാഹന സംസ്കാരം നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ക്യാമറമാൻ അഭിലാഷ് തൊഴുവൻകോടിനും സതീഷിനും വിഷ്ണുവിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. താങ്ക് യു മൈ ഡിയർ ഗൈസ്.